നമസ്കാരം. പ്രപഞ്ചത്തിലെ ചില ആറ്റങ്ങൾ ഒരു നിമിഷം അവിടെയുണ്ട്, അടുത്ത നിമിഷം അത് മറ്റെന്തോ ആയി മാറുന്നു. ഇങ്ങനെ സ്വയം ഇല്ലാതാവുന്നതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇത് വെറുതെ സംഭവിക്കുന്ന ഒന്നല്ല, മറിച്ച് പ്രപഞ്ചത്തിലെ തന്നെ അടിസ്ഥാനപരമായ ചില നിയമങ്ങൾക്കനുസരിച്ച് നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. അപ്പോ ശരിക്കും എന്താ ഇവിടുത്തെ ചോദ്യം? എന്തിനാണ് ചില ആറ്റങ്ങൾ ഇങ്ങനെ സ്വയം വിഘടിച്ചു പോകുന്നത്? എന്താണ് അതിനെ അങ്ങനൊരു കാര്യത്തിന് പ്രേരിപ്പിക്കുന്നത്? ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള കാരണമൊന്നു മാത്രമാണ്. സിമ്പിളായി പറഞ്ഞ ഒരൊറ്റ കാരണം സ്റ്റെബിലിറ്റി, അതായത് സ്ഥിരത. അതിനുവേണ്ടിയുള്ള ഒരു അടങ്ങാത്ത ആഗ്രഹമാണിത്. ഇത് മനസ്സിലാക്കാൻ നമുക്കൊരു ഉദാഹരണം നോക്കാം. അസ്ഥിരമായൊരു ആറ്റം എന്നത് ഒരു കുന്നിൻ്റെ മുകളിൽ വെച്ച ഒരു പന്ത് പോലെയാണെന്ന് വിചാരിക്കുക. അതിനവിടെ അധിക നേരം നിൽക്കാനാവില്ല, അല്ലേ? അത് എങ്ങനെയെങ്കിലും താഴേക്ക്, ഏറ്റവും എനർജി കുറഞ്ഞ, ഏറ്റവും സ്റ്റേബിളായ താഴ്വരയിലേക്ക് ഉരുണ്ടുപോകാൻ ശ്രമിക്കും. ആ ഉരുണ്ടുപോകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ന്യൂക്ലിയർ ഡീക്കേ അല്ലെങ്കിൽ ന്യൂക്ലിയർ ശോഷണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ഒരു ആറ്റം എങ്ങനെയാണ് സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ശ്രമിക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ എല്ലാം തുടക്കം ആറ്റത്തിൻ്റെ ഹൃദയത്തിൽ, അതായത് ന്യൂക്ലിയസിനകത്ത് നടക്കുന്ന ഒരു വലിയ യുദ്ധമാണ്. പ്രപഞ്ചത്തിലെ രണ്ട് അടിസ്ഥാന ശക്തികൾ തമ്മിലുള്ളൊരു യുദ്ധം. ഈ സ്ലൈഡിലെ ആ യുദ്ധം നമുക്ക് കാണാൻ പറ്റും. ഒരു സൈഡിലെ സ്ട്രോങ് ഫോഴ്സ്, അതൊരു ഭയങ്കര പശ പോലെയാണ്. പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും ഒരുമിച്ച് ചേർത്ത് നിർത്തുന്നു. പക്ഷെ മറ്റേ സൈഡിലോ കൂളോംബ് റിപ്പൾഷൻ. പ്രോട്ടോണുകൾക്കെല്ലാം പോസിറ്റീവ് ചാർജ് അല്ലേ, അപ്പോൾ അവ പരസ്പരം തള്ളിമാറ്റാൻ ശ്രമിക്കും. വലിയ ആറ്റങ്ങളിൽ ഈ തള്ളിമാറ്റൽ കൂടുമ്പോൾ സ്ട്രോങ് ഫോഴ്സിന് അവരെ പിടിച്ച് നിർത്താൻ പറ്റാതെയാവും. അപ്പോഴാണ് നമ്മുടെ കുന്നിൻ മുകളിലെ പന്തുപോലെ ആറ്റം അസ്ഥിരമാവുന്നത്. സ്റ്റെബിലിറ്റി നേടാൻ അത് തയ്യാറെടുക്കുന്നു. അങ്ങനെ ആ പന്ത് താഴേക്കിറങ്ങാനുള്ള ആദ്യത്തെ വഴി തിരഞ്ഞെടുക്കുകയാണ് ആൽഫ ഡീക്കേ. ഇതൊരു സാധാരണ ഉരുണ്ടുപോകലല്ല കേട്ടോ, ഇതൊരു തരം രക്ഷപ്പെടലാണ്. അതും ഒരു ഭിത്തി തുരന്നുള്ളൊരു അസാധ്യമായ രക്ഷപ്പെടൽ. രസകരമായ കാര്യം എന്തെന്നാൽ നമ്മളറിയാതെ നമ്മുടെ പല വീടുകളിലെയും സ്മോക്ക് ഡിറ്റക്ടറിനുള്ളിൽ ഓരോ സെക്കൻഡിലും ഈ രക്ഷപ്പെടൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ രക്ഷപ്പെട്ടു പോകുന്ന ആൾ ആരാണെന്നല്ലേ? അതാണ് ആൽഫ പാർട്ടിക്കിൾ. ഇത് ശരിക്കും പറഞ്ഞാൽ 2 പ്രോട്ടോണും 2 ന്യൂട്രോണും ചേർന്ന ഒരു ചെറിയ പാക്കേജാണ്. ഒരു ഹീലിയം ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് പോലെ തന്നെ. ഈ പാക്കേജ് വലിയ ന്യൂക്ലിയസിനുള്ളിൽ റെഡിയായിരിക്കുകയാണ് ഒരവസരം കിട്ടിയ പുറത്തു ചാടാൻ. ഇനിയാണ് ഏറ്റവും അവിശ്വസനീയമായ ഭാഗം. ഈ ആൽഫ കണത്തിന് ന്യൂക്ലിയസിൽ നിന്ന് പുറത്തു കടക്കണമെങ്കിൽ ഒരു വലിയ എനർജി മതിൽ ചാടി കടക്കണം. നമ്മുടെ സാധാരണ ലോജിക്ക് വെച്ച് നോക്കിയാൽ ആ മതിൽ ചാടാനുള്ള ഊർജ്ജം അതിനില്ല. എന്നാൽ ക്വാണ്ടം ലോകത്തെ നിയമങ്ങൾ കുറച്ച് വിചിത്രമാണ്. ഇവിടെയാണ് ക്വാണ്ടം ടണലിംഗ് എന്ന പ്രതിഭാസം വരുന്നത്. ആൽഫ കണം ആ മതിലിൻ്റെ മുകളിലൂടെയല്ല പോകുന്നത്, പകരം ഒരു പ്രേതത്തെ പോലെ ആ മതിലിൻ്റെ ഉള്ളിലൂടെ തുളച്ചപ്പുറം കടക്കുന്നു. ഇത് അസാധ്യമായതിനെ സാധ്യമാക്കുന്ന ഒരു തരം ക്വാണ്ടം മാജിക്കാണ്. ശരി, ഇനി നമുക്ക് നമ്മുടെ കുന്നിൻ താഴേക്കുള്ള രണ്ടാമത്തെ വഴിയിലേക്ക് പോകാം, ബീറ്റ ഡീക്കേ. ഇത് വെറുമൊരു കണം പുറത്തേക്ക് പോകുന്ന പോലെയല്ല, ഇതൊരു ഐഡന്റിറ്റി ക്രൈസിസാണ്. അതായത് സ്ഥിരത നേടാൻ വേണ്ടി ന്യൂക്ലിയസിനുള്ളിലെ ഒരു കണം അതിൻ്റെ സ്വഭാവം തന്നെ മാറ്റിക്കളയുന്നു. പുരാവസ്തുക്കളുടെയും ഫോസിലുകളുടെയും ഒക്കെ കാലപ്പഴക്കം കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന കാർബൺ ഡേറ്റിംഗ് പ്രവർത്തിക്കുന്നത് ഈ ഐഡന്റിറ്റി മാറ്റം കാരണമാണ്. ബീറ്റ ഡീക്കേക്ക് പ്രധാനമായും 3 രൂപങ്ങളുണ്ട്. ഒന്നുകിൽ ഒരു ന്യൂട്രോൺ ഒരു പ്രോട്ടോണായി മാറും, അല്ലെങ്കിൽ ഒരു പ്രോട്ടോൺ തിരിച്ച് ന്യൂട്രോണായി മാറും. ഈ 3 പ്രോസസ്സിലും കോമണായ ഒരാളുണ്ട്, ന്യൂട്രീനോ എന്ന് പറയുന്ന ഒരു നിഗൂഢനായ ഒരു കണം. നമ്മുടെയൊക്കെ ശരീരത്തിലൂടെ കോടിക്കണക്കിന് ന്യൂട്രീനോകളാണ് ഓരോ സെക്കൻഡിലും കടന്നുപോകുന്നത്. പക്ഷെ നമ്മളതൊന്നും അറിയുന്നേയില്ല. ഇവിടെയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയൊരു പോയിന്റ്. ബീറ്റ ഡീക്കയിൽ പുറത്തുവരുന്ന ഇലക്ട്രോൺ ഉണ്ടല്ലോ, അത് നേരത്തെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നില്ല. അല്ല, ആ ഡീക്കേ നടക്കുന്ന ആ ഒരൊറ്റ നിമിഷത്തിൽ ഊർജ്ജത്തിൽ നിന്ന് നേരിട്ട് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഐൻസ്റ്റീൻ്റെ ഫേമസ് ഇക്വേഷനായ E=mc² ഏറ്റവും നല്ലൊരു ഉദാഹരണമാണിത്. ബീറ്റ ഡീക്കയുടെ കഥ നമ്മളെ ഫിസിക്സിലെ ഏറ്റവും അടിസ്ഥാനപരമായ ചില നിയമങ്ങളിലേക്ക് കൊണ്ടുപോകും. അതിലൊന്നാണ് പാരിറ്റി. അതായത് ഒരു സംഭവം എങ്ങനെയാണോ നടക്കുന്നത് അതിനെ നമ്മൾ കണ്ണാടിയിൽ കണ്ടാൽ അതും ഒരുപോലെ തന്നെ ലോജിക്കലായിരിക്കണം. രണ്ടാമത്തേത് ചാർജ് കോൺജുഗേഷൻ. അതായത് ഒരു കണവും അതിൻ്റെ നേരെ വിപരീത ചാർജുള്ള ആൻറ്റി പാർട്ടിക്കിളും ഒരേ നിയമങ്ങൾ പാലിക്കണം. ഇതൊക്കെ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങളാണെന്നായിരുന്നു എല്ലാവരും വിശ്വസിച്ചിരുന്നത്. പക്ഷേ കഥയിലെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ബീറ്റ ഡീക്കേക്ക് കാരണമാകുന്ന വീക്ക് ഫോഴ്സ് ഈ 2 നിയമങ്ങളെയും കാറ്റിൽ പറത്തി. ഇതിനർത്ഥമെന്താ? പ്രപഞ്ചത്തിന് ഇടതും വലതും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. അത് കണങ്ങളെയും അതിൻ്റെ ആൻറ്റി പാർട്ടിക്കിളുകളെയും ഒരേപോലെയല്ല പരിഗണിക്കുന്നത്. ഇത് ശാസ്ത്രലോകത്തെ ശരിക്കും ഞെട്ടിച്ച ഒരു കണ്ടുപിടുത്തമായിരുന്നു. ഇനി ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റിയിലേക്കുള്ള യാത്രയിലെ അവസാനത്തെ സ്റ്റെപ്പാണ് നമ്മുടെ കുന്നിൻ മുകളിലെ പന്ത് താഴ്വരയിലെത്തിയതിനു ശേഷമുള്ള ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ്. ഇതിന് നമുക്കൊരു അവസാനത്തെ നെടുവീർപ്പ് എന്ന് വിളിക്കാം. ഈ ഒരു നെടുവീർപ്പാണ്, ഈ പുറത്തുവരുന്ന എനർജിയാണ് ഡോക്ടർമാർക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് നോക്കാൻ സഹായിക്കുന്നത്.
പെറ്റ് സ്കാൻ പോലെയുള്ള ടെക്നിക്കുകളിൽ. അതായത് ഒരു ആൽഫ ഡികെയോ ബീറ്റ ഡികെയോ കഴിഞ്ഞാലും ആ പുതിയ ന്യൂക്ലിയസ് കുറച്ച് എക്സൈറ്റഡ് ആയിരിക്കും, നമ്മുടെ കുന്നിന്റെ താഴ്വരയിലെത്തിയ പന്തുപോലെ. പക്ഷെ പൂർണ്ണമായി റെസ്റ്റിലല്ല, ഒരു ചെറിയ കല്ലിന്റെ മുകളിലൊക്കെ തട്ടി നിൽക്കുന്നതുപോലെ. അപ്പോൾ പൂർണ്ണമായി ശാന്തമാകാൻ ആ അധികമുള്ള എനർജി ഒരു ഗാമാ കിരണമായി പുറത്തുവിടും. അത്രയുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ട ഈ 3 ഡികെകളെയും ഒന്നിച്ച് ചേർത്ത് വെച്ച് നോക്കിയാലോ? ഇവയൊന്നും വെവ്വേറെ നിൽക്കുന്ന സംഭവങ്ങളല്ല, മറിച്ച് പ്രപഞ്ചത്തെ ഭരിക്കുന്ന അടിസ്ഥാന ശക്തികളുടെ 3 വ്യത്യസ്ത മുഖങ്ങളാണ്. ഈ ചാർട്ട് നോക്കിയാൽ എല്ലാം ക്ലിയറാടും. ബീറ്റ ഡികെ അതിന് പിന്നിൽ വീക്ക് ഫോഴ്സാണ്. ഗാമ ഡികെ ആണെങ്കിലോ അത് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിന്റെ കളിയാണ്. ആൽഫ ഡികെയോ അത് സ്ട്രോങ് ഫോഴ്സും കൂളോൺ ഫോഴ്സും തമ്മിലുള്ള ആ യുദ്ധത്തിന്റെ ഫലമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരാറ്റത്തിന്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയുള്ള ഈ യാത്ര അത് വെറുമൊരു കെമിക്കൽ റിയാക്ഷനല്ല, പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന ശക്തികൾ എഴുതിയ ഒരു വലിയ കഥയാണ്. ഓരോ ഡികെയും ആ കഥയിലെ ഓരോ അധ്യായങ്ങളാണ്. ഈ കഥ ഇവിടെ തീരുന്നില്ല കേട്ടോ. ബീറ്റ ഡികെയിൽ നമ്മൾ കണ്ട നിഗൂഢനായ ന്യൂട്രിനോയെ ഓർമ്മയില്ലേ? ശാസ്ത്രജ്ഞരിപ്പോൾ ഒരു വലിയ ചോദ്യത്തിന് ഉത്തരം തേടുകയാണ്. ഒരു പക്ഷേ ഈ ന്യൂട്രിനോ അതിന്റെ തന്നെ ആന്റിപാർട്ടിക്കിൾ ആണെങ്കിലോ? അതിനുള്ള ഉത്തരം കിട്ടിയാൽ ഈ പ്രപഞ്ചത്തിൽ ദ്രവ്യം, അതായത് മാറ്റർ, എങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ എല്ലാ ധാരണകളും ഒരുപക്ഷെ മാറ്റി എഴുതേണ്ടി വരും. കണ്ടില്ലേ, ആറ്റത്തിന്റെ ഹൃദയത്തിലെ ഈ ചെറിയ സംഭവങ്ങൾ പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ രഹസ്യങ്ങളിലേക്കുള്ള താക്കോലുകളാകാം.